ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ദേ കണ്ടില്ലേ, ഞാനും അമ്മുക്കുട്ടിയും കൂടെ നമ്മുടെ കടവന്ത്രയിലുള്ള സ്റ്റുഡിയോയിൽ വന്നതാണ് കേട്ടോ. അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് പറ്റിയ എന്തെങ്കിലും പാർട്ടി വെയർ ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് വന്നതാണ്. ഇത് നമ്മൾ ഷീമാട്ടി പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. അങ്ങോട്ട് പോകുന്ന വഴി തന്നെ അമ്മുക്കുട്ടി അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാവോ? അവിടെ കുറേ ടീഷർട്ട്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്കും അമ്മേ ഇതേ നല്ല ടീഷർട്ട് പപ്പയ്ക്ക് വേണ്ടി വാങ്ങൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇപ്പൊ വേണ്ടാമോ, നമുക്ക് പിന്നെ വന്നത് നോക്കാം. ഇപ്പൊ നമുക്ക് അമ്മുക്കുട്ടിക്ക് ഡ്രസ്സ് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സ് കണ്ട് ഷൂ ഒക്കെ കണ്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ദേ നമ്മുടെ അമ്മുക്കുട്ടി വീണ്ടും സ്റ്റക്കായി. എന്നിട്ട് വന്ന് ദേ അമ്മയ്ക്ക് പറ്റിയ കുർത്തീസ് ഉണ്ട് വാങ്ങുമെന്ന്. പക്ഷെ നമ്മുടെ അമ്മുക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ടെന്ന്. അമ്മുക്കുട്ടി അതൊന്നും കേൾക്കാതെ ദേ അടുത്ത സെക്ഷനിൽ വീണ്ടും സ്റ്റോപ്പ് ആയിട്ടുണ്ട്. എന്താ അമ്മ കുർത്തിയൊന്നും വാങ്ങാത്തതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ. അപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് അമ്മുക്കുട്ടിക്കല്ലേ പോയത്, അതുകൊണ്ട് അമ്മുക്കുട്ടിയുടെ ഡ്രസ്സ് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് ഓടിച്ചു നോക്കി. അപ്പോഴേ എനിക്ക് മനസ്സിലായി പാർട്ടി വെയർ ഒന്നും ഇല്ലെന്ന് കേട്ടോ. പക്ഷെ കാഷ്വൽ വെയർസ് ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മളിത് ആ പാർട്ടി വെയർ ഒക്കെ നോർമലി ഇടുന്ന സെക്ഷനിൽ ചെന്നു. അമ്മുക്കുട്ടിക്ക് ആ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ബർത്ത്ഡേക്ക് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ മൊത്തം അരിച്ച് പറക്കി നോക്കി ഗൈസ്. കുറേ തപ്പി അമ്മുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് എടുത്തിട്ട് വന്നു കേട്ടോ. അത് പക്ഷെ വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് അത്ര ഒരു താല്പര്യം ഇല്ലായിരുന്നു. കാരണം നല്ല ബുദ്ധിമുട്ടാണ് വൈറ്റ് ഡ്രസ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അമ്മുക്കുട്ടിക്ക് പറ്റിയ ഡ്രസ്സ് തപ്പി നടക്കുകയാണ് ഗൈസ്. അമ്മുക്കുട്ടി അവിടെ ഇവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട്. പക്ഷെ അമ്മുക്കുട്ടിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അമ്മുക്കുട്ടിക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു കേട്ടോ. നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച ടൈപ്പ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ കുറേ നല്ല പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നല്ല പാൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, ടോപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അമ്മുക്കുട്ടിക്ക് ഈ ബർത്ത്ഡേക്ക് ഇടാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പാവം അമ്മുക്കുട്ടിക്ക് നല്ല വിഷമമായി. എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മുക്കുട്ടി അവിടെ ഇവിടെയൊക്കെ നോക്കി എന്തായാലും നടക്കുകയാണ് കേട്ടോ. ചില സമയത്ത് നമ്മൾ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സുകൾ കാണും ഗൈസ്. പക്ഷെ നമുക്ക് ആ സമയത്ത് അതിൻ്റെ ഒരു ഉപയോഗവും ഇല്ലാത്തതുകൊണ്ട് മേടിക്കത്തില്ല. അങ്ങനെ കണ്ടിട്ടുള്ള പ്രതീക്ഷയിലായിരിക്കും നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ അമ്മുക്കുട്ടിയെ കാണുന്നില്ല. അപ്പോഴേ എനിക്കറിയായിരുന്നു അമ്മുക്കുട്ടി ഈ ഒരു മേക്കപ്പിൻ്റെ സെക്ഷനിൽ കാണുന്നതേ കണ്ടില്ലേ. അമ്മുക്കുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റുഡിയോയിൽ വരുന്നത് ലിപ്സ്റ്റിക് ഇടാനാണോ എന്ന് എനിക്കൊരു കടുത്ത സംശയമുണ്ട് ഗൈസ്. അങ്ങനെ ആ ഒരു ഡൗട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഇവിടെ വന്നിട്ട് ആ ട്രയൽ ചെയ്ത് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മുക്കുട്ടി ഒരു ലിപ്സ്റ്റിക് കൊണ്ടൊന്നും നിർത്തത്തില്ല കേട്ടോ. അവിടെയുള്ള ട്രയലിന് വെച്ചിട്ടുള്ള ലിപ്സ്റ്റിക്കുകളൊക്കെ എടുത്ത് നോക്കുന്നേ കണ്ടില്ലേ. ഇത് വീണ്ടും ഇട്ടിട്ട് വന്നതാണ് കേട്ടോ. അമ്മ ഈ ഒരു കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇത് വാങ്ങി കൊടുക്കാമോ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ ഓൾറെഡി ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മുക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. പിന്നെ ഇപ്പം കാണിച്ച ഈ ഒരു പാൻറ്റില്ലേ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പാൻറ്റും അതിൻ്റെ കൂടെ ഈ ഒരു ടോപ്പും കൂടെ എടുത്താലോ എന്ന് ആലോചിച്ചു. അമ്മുക്കുട്ടിയോട് ചോദിച്ചപ്പോൾ അമ്മുക്കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് രണ്ടും കൂടെ എടുത്തിട്ട് നമ്മൾ ട്രയൽ റൂമിലേക്ക് പോവുകയാണ്. അമ്മുക്കുട്ടിക്ക് ഈ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടി ഹാപ്പി ആയിട്ട് ട്രയൽ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ നല്ല തിരക്ക്. അങ്ങനെ നമ്മളത് നിട്ട് നോക്കി. ടോപ്പ് കുറച്ച് വലുതാണ് കേട്ടോ, പാൻറ്റും കുറച്ച് വലുതാണ് അമ്മുക്കുട്ടിക്ക്. അത് കാരണം അമ്മുക്കുട്ടി തന്നെ പറഞ്ഞു അമ്മ അത് ഭയങ്കര വലുതാണ്, അത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് പക്ഷേ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല കളറൊക്കെ ആയിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ ആ കുറച്ച് വലിപ്പം കാരണം അമ്മുക്കുട്ടിക്ക് തന്നെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളത് എടുത്തില്ല കേട്ടോ. അങ്ങനെ ഡ്രസ്സൊന്നും എടുക്കാതെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മുക്കുട്ടിക്ക് ഈ ഒരു ക്ലിപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ് മേടിച്ചു. പിന്നെ അമ്മുക്കുട്ടിക്ക് കൺമഷി ഭയങ്കര പ്രാന്താണ് കേട്ടോ, അതുകൊണ്ട് കാജൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മുക്കുട്ടി എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തു. പക്ഷെ അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതായതുകൊണ്ട് നമ്മളത് എടുത്തില്ല കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 സാധനങ്ങൾ എടുത്തതുകൊണ്ട് അമ്മുക്കുട്ടി എന്തായാലും ഹാപ്പി ആയി കേട്ടോ. അമ്മുക്കുട്ടി ഹാപ്പി ആയെങ്കിലും ഡ്രസ്സൊന്നും കിട്ടാത്തതിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഗൈസ്. സാരമില്ല, കാരണം എന്താണെന്നറിയോ, ഇനി വേറെ കടകളിലൊക്കെ പോകണമല്ലോ, അതാണ് എൻ്റെ വിഷമം. അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഷീമാട്ടിയിൽ പോയത്. അവിടെ ചെന്നപ്പോൾ അമ്മുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടി. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ബില്ലൊക്കെ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി അമ്മുക്കുട്ടിക്ക് അവിടുത്തെ പാർക്കിൽ കളിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ സമയം ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് തിരിച്ച് പോകുന്ന വഴി പാർക്കുട്ടിയെ പിക്ക് ചെയ്തിട്ട് വേണമായിരുന്നു പോകാനായിട്ട്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതേ കണ്ടില്ലേ, സമയമില്ലാത്ത സമയത്ത് അമ്മുക്കുട്ടി പാർക്കിലേക്ക് കളിക്കാൻ ഓടുന്നത്. അമ്മ പാർക്കിൽ പോകണ്ട, നമുക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മുക്കുട്ടിക്ക് വിഷമമായിട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ടാറ്റാ.